എല്ലാവരും പലരും പറഞ്ഞ് ഇതുപോലൊരു പ്രോജക്റ്റ് നടക്കത്തില്ല, ഈ സ്ഥലത്ത് ഇതുപോലെ നടക്കത്തില്ല. എൻ്റെ പേര് ശ്രീകുമാർ. ഞാൻ ഫിസിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പവർ സിസ്റ്റത്തിന് PGയും കഴിഞ്ഞ ശേഷം ഇന്ത്യയിലും വിദേശത്തും നിരവധി ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രോജക്ട്സുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആങ്കർ ഇലക്ട്രിക്കൽസിൻ്റെ ഒരു ഡയറക്ടർ കൊല്ലത്തുമാണ്. അപ്പോൾ കൊല്ലത്ത് വന്ന പുള്ളിക്ക് അന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം കൊല്ലത്ത് വളരെ പരിമിതമാണ്. 98, 99 ടൈമിലാണ് പുള്ളി. അങ്ങനെ ഞാനിവിടെ ഒരു ഹോട്ടലിലോട്ട് പുള്ളിയെ റെഫർ ചെയ്തു. പക്ഷേ പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെക്കേറ്റ് ചെയ്ത് പുള്ളിക്ക് അവിടുത്തെ സൗകര്യങ്ങൾ പോലെ കൊല്ലത്ത് ഇത്രയും ഒരു കാഷ്യൂ ബിസിനസ് ഉള്ള സ്ഥലത്ത് നല്ലൊരു ഹോട്ടലിൽ വെച്ച് അങ്ങനെ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ കടലിൻ്റെ സൈഡ് ഇതുകൊണ്ട് പ്രോപ്പർട്ടി കിട്ടി. അങ്ങനെ കൊല്ലത്ത് ഒരു ഹോട്ടൽ തുടങ്ങാവുന്ന. പക്ഷേ കൊല്ലത്ത് ഒരുപാട് ലിമിറ്റഡ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം കാഷ്യൂ ഇൻഡസ്ട്രി കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുക. ആ ടൈമിൽ കാഷ്യൂ ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന കാലത്ത് കൊല്ലത്തൊരു അക്കോമഡേഷൻ വലിയൊരു പ്രോബ്ലമായിരുന്നു. കൊല്ലത്തുള്ള ഒരു വർക്കെല്ലാം വേണ്ടത്തൊക്കെ താമസിച്ചിട്ടാണ് ഈ ഇവിടെ കാഷ്യൂ ബിസിനസ്സിൻ്റെ ആളുകൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിവേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ നമുക്ക് ലോക്കൽ നല്ല സപ്പോർട്ടാണ് ചെയ്തത്. ഇവിടെ ആരും പലരും പറഞ്ഞ് ഇതൊരു പ്രോജക്റ്റ് നടക്കത്തില്ല, ഈ സ്ഥലത്ത് ഇതുപോലെ നടക്കത്തില്ല, ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഇതൊരു കാട് പിടിക്കുന്ന സ്ഥലമായിരിക്കും, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് വന്ന് ഈ കപ്പൽ കാണാനായിട്ട് വന്ന സ്ഥലം, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ കാലത്ത് ഇവിടെ വന്ന് DK എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്ന് കണ്ട് അതേ തിയേറ്ററിൽ നിന്ന സ്ഥലം, ആ സ്ഥലം തന്നെ അക്വയർ ചെയ്ത് ഇതുപോലൊരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിയാൻ കഴിഞ്ഞതിൽ കൊല്ലത്തെ ആദ്യത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നുള്ളതിൽ എനിക്ക് ഇപ്പോഴും അഭിമാനമുണ്ട്. അത് ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു.